മമ്മിക്ക് മൺറോത്തുരുത്ത് കാണാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമുക്ക് കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഞങ്ങൾ മൺറോത്തുരുത്ത് കാണാൻ ഞാനും പപ്പായും മമ്മിയും കൂടെ ഇറങ്ങി. അങ്ങനെ നമ്മൾ മൺറോത്തുരുത്തിൽ എത്തിയിരിക്കുന്നു. നമ്മളൊരു ബോട്ടിൽ കയറിയിട്ട് അതിനുള്ള വഴിയാത്ര കാഴ്ചകളാണ് ഈ കാണുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ മമ്മി പറയുന്നത്. നമ്മൾ ബോട്ടിൽ യാത്ര ആരംഭിച്ച് അങ്ങനെ അതിലെ ബോട്ടിലെ ഡ്രൈവർ പുള്ളിയായിരുന്നു നമുക്ക് ഗൈഡ് ലൈനൊക്കെ തന്നത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഓരോ കാഴ്ചകളും, അതിനകത്ത് കുറേ ആൾക്കാർ വീടുകളൊക്കെ ഉപേക്ഷിച്ച് പോയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിലൊരു പള്ളിയുണ്ട്, കുരിശുമൂടുണ്ട്, അതിൽ കുറേ വീടുകളുണ്ട്. 100 വീടുകളിൽ കൂടുതൽ ആൾക്കാർ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. വെള്ളപ്പൊക്കം വരുമ്പോഴാണ് ഇവിടുത്തുകാർക്ക് ഇത്രയും നല്ലൊരു സ്ഥലം വിട്ട് പോകേണ്ടി വരുന്നത്. കാരണം ഈ ബോട്ട് ഓടിക്കുന്ന ആൾ ഇവിടുത്തുകാരനാണ്. പുള്ളിക്ക് ഇവിടുത്തെ പറ്റി നല്ലപോലെ അറിയാം. കാരണം ഒരുപാട് പേര് ഇവിടെ വിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. എത്ര വലിയ സിറ്റി താമസിച്ചാലും നമുക്ക് കിട്ടാത്തൊരു സംഭവമുണ്ട്, സമാധാനം. അത് ഇവിടെ നിന്നപ്പോൾ ഞങ്ങൾക്ക് നല്ലപോലെ കിട്ടി. അത്രയ്ക്ക് നമുക്ക് ശാന്തത അനുഭവപ്പെട്ട് നല്ല മനസ്സ് നല്ല റീഫ്രഷ് ചെയ്യാൻ പറ്റി. ഈ സ്ഥലങ്ങളെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ടൊരു പ്ലേസാണ്. അതിനെപ്പറ്റി പുള്ളിയെടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നമ്മൾ അടുത്ത അങ്ങോട്ടാണ് പോകുന്നത്, കണ്ടൽക്കാടുകളിലോട്ട്. ആ കണ്ടൽക്കാടുകളിലോട്ട് പുള്ളി ബോട്ട് കയറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ബോട്ട് കയറ്റിയപ്പോൾ ഇത്രയും നമ്മൾ യാത്ര ചെയ്തതിൽ ഏറ്റവും നല്ല മൊമെൻറ്റ് ഈ കണ്ടൽക്കാടുകളിൽ വന്നപ്പോഴായിരുന്നു. വിഷ്വൽ ബ്യൂട്ടിയാണ് നമുക്ക് കിട്ടിയത്. ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ കണ്ടൽക്കാടുകളിൽ കൂടെ വന്നിട്ടേ പോകാം. അത്രയ്ക്ക് സൂപ്പർ മൊമെൻറ്റാണ്. അവിടെ കുറേ നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. പുള്ളി കണ്ടൽക്കാടുകളെ പറ്റി എല്ലാം നമുക്ക് പറഞ്ഞു തരുകയും ചെയ്തു. കാരണം അത്രയ്ക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യമാണ് ഈ കണ്ടൽക്കാടുകൾ. വിഷ്വൽ ബ്യൂട്ടി മാത്രമല്ല, നമ്മുടെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ ഒരുപാട് ഈ കണ്ടൽക്കാടുകൾ സഹായിക്കുന്നുണ്ട്. ഈ മത്സ്യങ്ങൾക്ക് മുട്ടയിടാനും എല്ലാം ഏറ്റവും നല്ല ഒരു സ്രോതസ്സായി കണ്ടൽക്കാടുകളെന്നും ഇത് പണ്ടേ എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും നമ്മുടെ കൺമുന്നിൽ അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് അഷ്ടമുടിക്കായല കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ചെറിയ ചെറിയ ദ്വീപുകളുണ്ട്. മൺറോത്തുരുത്ത്, ഒതലങ്ങത്തുരുത്ത്, അങ്ങനെ കുറേ ദ്വീപുകളുണ്ട്. പിന്നെ പുള്ളി നമ്മളെ വേറൊരു കണ്ടൽക്കാടുകൾ കാണിച്ചു. അവിടെയും നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി വന്നു. പക്ഷേ അടിപൊളി മൊമെൻ്റ് ആട്ടോ. ഈ യാത്രയിൽ ഏറ്റവും നല്ല മൊമെൻറ്റ് കിട്ടുന്നത് ഈ കണ്ടൽക്കാടുകളിൽ കൂടി കറങ്ങി നമ്മൾ ആ ബോട്ട് വരുമ്പോഴാണ് ഏറ്റവും നല്ലൊരു മൊമെൻറ്റ് കിട്ടുന്നത്. കൊല്ലം ജില്ലയിൽ കാണാൻ എന്തുണ്ടെന്ന് കുറേ പേര് ചോദിക്കുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് മൺറോത്തുരുത്ത്. അത്രയ്ക്ക് മനോഹരമായ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ കൊല്ലം ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ ആര്യങ്കാവ്, തെന്മല ഡാം, ഇതെല്ലാം കാണിച്ചു കൊടുക്കാൻ പറ്റും. ഒരു സൈഡിൽ മൊത്തം കടലുണ്ട്, ഈ ഒരു സൈഡിൽ മൊത്തം കായലുണ്ട്. ഇത്രയും പ്രകൃതി രമണീയമായിട്ടുള്ളൊരു ജില്ലയാണ് കൊല്ലം. അപ്പോൾ എല്ലാവർക്കും ബൈ.